ഞങ്ങള് നമ്പ്യാരങ്ങളുടെ വീട്ടിൽ പോണു. ചേച്ചി ചുരിദാറിട്ടോളൂ, അതാ നല്ലത്. വേണോ? അവിടെ ശൈല ചേച്ചി ഷൈൻ ചെയ്തിട്ടല്ലേ കാര്യമുള്ളൂ. അല്ല, നീ ഒന്ന് ഷൈൻ ചെയ്തോ. എത്ര ആള് മോഹിച്ച് ബോധം കിട്ടി വീഴുന്നറിയണല്ലോ. വശീകരണത്തിന് ഒരു കുറിക്കൂട്ടുണ്ടത്രേ. 1000 കൺകെട്ട് വിദ്യയുടെ ഒരു പഴയ പുസ്തകമില്ലേ, അതിലുണ്ട്. പറഞ്ഞു തരട്ടെ? നീ തന്നെ തൊട്ടോ, അല്ലാണ്ടി മോൻ തണ്ട രണ്ടാമതാരും തിരിഞ്ഞു നോക്കില്ല. നിങ്ങൾ പൊയ്ക്കോ, ഞാനില്ല. അമ്മണി ചേച്ചി വരണില്ല അമ്മേ? ഇല്ലെങ്കി വേണ്ട, അച്ഛനെ വിളിക്കാം. തലശ്ശേരി ഒരു ദിവസത്തെ പണിയേ ഉള്ളൂ. വന്ന സ്ഥിതിക്ക് ഒരു ഷോർട്ട് ട്രിപ്പ്. ഷോർട്ടാക്കണ്ട, ഒരാഴ്ച വെറുതെ നിന്നുള്ളൂ. തറവാട്ട് വീടില്ലേ, ഇവിടെ വല്ലതൊക്കെ ഉണ്ടായാൽ തന്നെ നിങ്ങൾ ആരും ഇവിടെ ഇല്ല. അങ്ങനല്ലേ? DIGയോട് ഒന്ന് നേരത്തെ പറഞ്ഞു വെക്കുന്ന നല്ലതാ. മൂപ്പര് സ്ട്രിക്റ്റാ, കാശ് വാങ്ങില്ല. ആയേട്ടാ കുറച്ച് മതി. രാവണേട്ടാ, കപ്പാസിറ്റി എനിക്ക് അറിഞ്ഞൂടെ? മിനിസ്റ്റർ ഫോൺ ചെയ്ത് പറയില്ലേ? നിങ്ങൾ ഏറ്റതല്ലേ? മലബാറിൽ ടൂറുണ്ട്, നേരിട്ട് കണ്ട് പറയാം. ഫോൺ ചെയ്തിട്ട് പ്രയോജനമില്ല. നീ വരുന്നില്ല എന്നല്ലേ വല്യമ്മ പറഞ്ഞത്? അകത്തേക്ക് പോയിക്കോളൂ. അച്ഛന്റെ കത്തൊക്കെ വരാറില്ലേ കുട്ടി? ആ, എല്ലാവരും കൂടി പോന്നാൽ കാരണവർക്ക് പകല് മുഴുവൻ ഉറക്കാം. വിശപ്പാണ് എപ്പോഴും കംപ്ലൈന്റ്. ഒന്നും കഴിക്കാനും പാടില്ല. പഴയ കാലത്ത് ആ കാരണവരുടെ അഡ്വഞ്ചർ സമ്മതിക്കാതെ വയ്യ. ഇപ്പൊ കാണുമ്പോ കഷ്ടം തോന്നും. 3/4 പുത്തന് അന്ന് സ്ഥലം വാങ്ങാൻ ഈസി. അതൊക്കെ എന്താ അഡ്വഞ്ചർ? നിലനിർത്താൻ അറിയണ്ടേ? ഞാൻ മിലിറ്ററിയിൽ നിന്ന് വരുമ്പോ ഇവിടുത്തെ സ്ഥിതി നിങ്ങൾക്കറിയില്ല. കാര്യസ്ഥന്മാര് കട്ടുമുടിക്കുക. തന്തയ്ക്കൊല്ലം വേണമെങ്കിൽ അവരോട് ചോദിക്കണം. ഞാനില്ലെങ്കിൽ കാണായിരുന്നു എസ്റ്റേറ്റിന്റെ സ്ഥിതി. ആ വന്നു. ഡിമാൻഡ് എന്താണെന്ന് കേൾക്കട്ടെ. മധ്യസ്ഥന്മാർ പറഞ്ഞതിൽ ഒരു വ്യത്യാസവും. അത് നിങ്ങളുടെ നിയമത്തിന്റെയും അവകാശത്തിന്റെയും പേരിലല്ല, ഒരു ദയ വിചാരിച്ച്. രേഖയുണ്ടോ? പാട്ടശീട്ടുണ്ടോ? ആരാന്റെ സ്ഥലം കയ്യേറി വീടും കുടിയും വെക്കുമ്പോ നേതാക്കന്മാരുടെ ഉപദേശം ഉണ്ടായിരുന്നോ? എന്താ ഔസേപ്പേ, ഇവിടെ സത്യാഗ്രഹ കുത്തിയിരിപ്പുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞു, നമുക്കൊരു പന്തലിട്ട് കൊടുക്കാൻ നമ്പ്യാരെ. 30 കൊല്ലായി ഞങ്ങളും, അത് മറക്കരുത്. 30 കൊല്ലം കൊണ്ട് എത്ര ഏക്കർ കയ്യേറി? അത് പറയാത്ത എന്താണോ ചോദിക്കും നമ്പ്യാരെ. നിയമപ്രകാരം നമ്മൾ എത്ര സെന്റ് കൊടുക്കണം? എന്ത് നിയമം? കയ്യേറ്റത്തിന് പ്രതിഫലം കൊടുക്കണമെന്നോ എവിടെ നിയമമില്ല. നമ്മളൊരു ദയ വിചാരിക്കുമ്പോൾ തലയിൽ കയറാൻ തുടങ്ങുമല്ലോ. കോടതി നിശ്ചയിക്കട്ടെ. കോടതി പറയുമ്പോൾ ചെയ്യാന്ന് പറ നിങ്ങളുടെ ആൾക്കാരോട്. കടന്നു പോവാൻ പറയും പേരെ. ഓ വന്നോ? അദൃശ്യ കഥാപാത്രത്തെ ഇവിടെ ആരും കണ്ടില്ലേ? ചായ പിന്നെ കുടിക്കാം. നാടകം നന്നായോ? പോയില്ല, അമ്മണി വന്നില്ലല്ലോ. പിന്നെന്ത് രസം. അപ്പൊ വേണ്ടാന്ന് വെച്ചു. ഡൽഹി പോണ്ടോ അച്ഛന്റെ അടുത്ത്? ഏത് കോളേജിലാ ഇനി അപ്ലൈ ചെയ്യണ? അറിഞ്ഞൂടാ, വല്യമ്മയോട് ചോദിക്കണം. ബാംഗ്ലൂർ വരണോ? മൗണ്ട് കാർമൽ ഞങ്ങളുടെ അടുത്താ. ഹോസ്റ്റൽ ഷാപ്പാട് വേണമെങ്കിൽ വീട്ടിൽ നിൽക്കാം. അതൊക്കെ വല്യമ്മയാണ് നിശ്ചയിക്കുക. ഡെയിലി നിന്റെ 2 ഒറിജിനൽ കിറുക്കുകൾ കേൾക്കാൻ ചാൻസ് ഉണ്ടോ നോക്കുമായിരുന്നു. നീയല്ലേ ആദ്യം വരുന്നില്ല എന്ന് പറഞ്ഞത്? ആ, പിന്നെ വരണോന്ന് തോന്നി. ഫോമിലാവുന്നേ ഉള്ളൂ അമ്മണി. നീ ഇതൊന്നും കണ്ടിട്ടില്ല അല്ലേ? അച്ഛനും നമ്പ്യാരങ്ങളും സ്ഥിരമായിട്ട് ഹണ്ടിങ്ങിന് പോയിരുന്നു മുമ്പ്. ഇവിടെ വന്നിട്ടില്ല. തലകളൊക്കെ അതേ ചായയിൽ ചെറുതാക്കി വെക്കുന്ന വിദ്യ, അതിനെന്തോ പറയല്ലോ ഇംഗ്ലീഷില്. ടാക്സോഡെർമി.
അല്ലല്ല, അത് സ്റ്റഫ് ചെയ്ത് വെക്കണേനല്ലേ. ആ റൈറ്റ്, കറക്റ്റ്. വേറൊരു വാക്കുണ്ട്, ഇംഗ്ലീഷും മോശമില്ലല്ലോ. ആഫ്രിക്കക്കാരുടെ വിദ്യയാണ്. ആളുകളുടെ തലയും അങ്ങനെ വെച്ചാ ഭംഗിയുണ്ടാവും. ചുമരില് കേറി വരുന്നിടത്ത് തന്നെ. തുടങ്ങി അവളുടെ മാലയിട്ട് ഫോട്ടോ വെക്കണേക്കാൾ നല്ലതല്ലേ. തുടങ്ങി ഭ്രാന്ത്. നല്ല കാര്യല്ലേ. നമ്മുടെ വീട്ടില് ആദ്യം മുത്തച്ഛൻ മരിച്ചാൽ മുത്തച്ഛന്റെ തല, അതിന്റെ അടുത്ത് പിന്നെ വല്യച്ഛന്റെ തല. സാമ്രാജ്യം സ്ഥാപിച്ചവർ മഹാഭാവി. അവളൊരു തമാശ പറഞ്ഞു എന്ന് വിചാരിച്ച്. ഇതാണോ തമാശ? അമ്മണി, അമ്മണി,